ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടിയുടെ 9 രചനകൾ എടുത്തുകൊണ്ട് 8 സംവിധായകർ ഒരുക്കിയൊരു സിനിമയാണ് മനോരഥങ്ങൾ. ഞാൻ അതിൻ്റെയിലേക്കാണ് വരാൻ പോകുന്നത്. കാരണം ഓഗസ്റ്റ് 15-ന് OTTയിൽ ഈ സിനിമ റിലീസ് ചെയ്തു. ആകാംക്ഷയോടെ തന്നെയാണ് ഞങ്ങളിൽ പലരും അത് കണ്ടത് പറയാൻ കാരണം അതിൽ ഓളവും തീരവും ഉണ്ടായിരുന്നു. ഓളവും തീരവും എന്ന് പറയുക 54 വർഷങ്ങൾക്ക് മുൻപ് PN മേനോൻ സംവിധാനം ചെയ്താണ് ഓളവും തീരവും. ടിയുടെ രചന. അത് അന്നത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം. 4 സംസ്ഥാന അവാർഡുകൾ, മികച്ച സിനിമ, മികച്ച തിരക്കഥ, മികച്ച ഫോട്ടോഗ്രാഫി, മികച്ച രണ്ടാമത്തെ നടി ഫിലോമിനയ്ക്ക്, അങ്ങനെ 4 സ്റ്റേറ്റ് അവാർഡുകൾ നേടിയൊരു സിനിമയാണ്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയമാണെന്ന് ആലോചിക്കണം. ആ സിനിമ 2 or 3 പ്രാവശ്യം കണ്ടു എന്നുള്ള സത്യം തന്നെയാണ്. നമ്മുടെ മനസ്സിൽ അന്നത് അഭിനയിച്ച മധുസാറും ഉഷാ നന്ദിനിയും ആലോചിക്കണം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് പോലും അന്നത്തെ ഇത്രയും ടെക്നോളജി വളരാത്തൊരു കാലഘട്ടത്തിൽ 54 വർഷം മുമ്പ് ഞങ്ങളത് ആസ്വദിച്ചൊരു സിനിമ. ആ സിനിമ 54 വർഷത്തിന് ശേഷം പുതിയ സാങ്കേതിക മികവോടെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ ചിത്രീകരിച്ചിരിക്കുന്നു. അത് സംവിധാനം ചെയ്ത് പ്രിയദർശൻ. അതായത് തഴക്കവും പഴക്കവും എല്ലാത്തരം സിനിമകളും സംവിധാനം ചെയ്ത പ്രിയദർശൻ ആലോചിക്കണം. അതിലന്ന് മധുസാറിൻ്റെ റോളിൽ ഇപ്പോൾ അഭിനയിച്ചിരിക്കുന്നത് മോഹൻലാൽ എന്നാലോചിക്കണം. അന്ന് ഉഷാനന്ദിനി അഭിനയിച്ച റോളിൽ ഇപ്പോൾ അഭിനയിക്കുന്നത് ദുർഗാകൃഷ്ണയാണെന്ന് ആലോചിക്കണം. ആ പടത്തിൽ ഫിലോമിനയ്ക്കാണ് 2ാമത്തെ മികച്ച നടിക്കുള്ള കിട്ടിയിരിക്കുന്നത്. അത് അന്ന് ഉഷാനന്ദിൻ്റെ ഉമ്മയുടെ റോളിലായിരുന്നു ഫിലോമിന നടിക്കുന്നത്. ഇപ്പോൾ അത് നാഷണൽ അവാർഡ് നേടിയ നടിയാണ് സുരഭി. കോഴിക്കോട് ലാംഗ്വേജ് കൂടിവിധം അന്ന് ചേരും. അപ്പോൾ ഇതിങ്ങനെ വന്നപ്പോൾ ഈ സിനിമ കാണാൻ കുറച്ചും കൂടി താല്പര്യം എൻ്റെ മനസ്സുകൊണ്ട്, കാരണം ഞാനൊരു അത്രയും പ്രായമുള്ള ഒരാളാണല്ലോ. അപ്പോൾ ഇതെങ്ങനെ എടുത്തിരിക്കും ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. മറ്റ് 8 സിനിമകൾ എന്ന് പറഞ്ഞാൽ കളറിലാണെന്ന് ആലോചിക്കണം. കളറിലെന്ന് വെച്ചാൽ ടിയുടെ മികച്ച രചനകൾ തന്നെയാണ്. മികച്ച കടുവണ്ണാവ് തുടങ്ങിയ മികച്ച ചെറുകഥകൾ ഉള്ള സിനിമയാണ്. അത് ഓരോ ഡയറക്ടർമാരും ഓരോരുത്തരും. അതിൽ 2 എപ്പിസോഡ് മാത്രം, 2 സിനിമ മാത്രമാണ് ശരിക്കും പ്രിയദർശന ചെയ്യുക. ബാക്കിയുള്ള ഓരോരുത്തർ അതിലൊരെണ്ണം ടിയുടെ മകള് അശ്വതി പോലും ഒരെണ്ണം ചെയ്തിട്ടുണ്ടെന്ന് ആലോചിക്കണം. അപ്പം അങ്ങനെ അത് കാണാനിരുന്നപ്പോൾ നമ്മൾ തിയേറ്ററിലല്ല പോയി കണ്ടത്. നമ്മളത് തിയേറ്ററിലത് ഓൾ ബിഗ് സ്ക്രീനിലാണ് കണ്ടിട്ടുള്ളതാണ്. 30mm സാധനം കണ്ടിട്ടുള്ളത്. അന്ന് ഇപ്പോൾ ഈ OTTയിൽ കാണുമ്പോൾ എങ്ങനെയായിരിക്കും, പ്രത്യേകിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ടായിരുന്നു. കണ്ടു, നമുക്കിഷ്ടം. കാരണം മോഹൻലാൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേറെ കാര്യം പറഞ്ഞാൽ അന്ന് ഉഷാനന്ദിനിയേക്കാൾ ഇപ്പോൾ ദുർഗാകൃഷ്ണ അപാരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പ്രിയദർശൻ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. സുരഭിയും മോശമല്ല, ഒന്നും മോശമല്ല. അത്രയും നല്ല തെളിമയോടെ അത് ചെയ്തിട്ടുണ്ടെന്നായിരിക്കും. പക്ഷേ ഒരു വിഷമം വെച്ചാൽ 2-2.25 മണിക്കൂറിൽ ചെയ്ത ആ സിനിമ ഏകദേശം 1 മണിക്കൂർ താഴെയാണ് ഇപ്പോൾ ഇത് ചെയ്തില്ല. കാച്ചി കുറുക്കി എടുത്ത പോലെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് ചെയ്ത് PN മേനോനാണെന്ന് ആലോചിക്കും. PN മേനോനും പ്രിയദർശൻ 2 കാലഘട്ടത്തിൻ്റെ ആൾക്കാരാണ്. അതിൻ്റെ ഇതുണ്ട്. മറ്റു കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കണ്ടിരിക്കാൻ സുഖമുണ്ട്. പക്ഷേ ഇതിലൊന്നിലും ഇടപെട്ടിട്ടില്ലെങ്കിലും ഞാൻ അറിഞ്ഞതോളം മമ്മൂട്ടി ഇയാളുടെ ഒരെണ്ണത്തിൽ മനോരഥങ്ങളിൽ ഒരു കഥ അവതരിപ്പിക്കണം നിർബന്ധമുണ്ടായിരുന്നു. അത് കടുകണ്ണാവോ എന്നുള്ള സിനിമയാണെന്ന് ആലോചിക്കണം, കഥയാണെന്ന് ആലോചിക്കണം. കടുകണ്ണാവോ വളരെ പ്രശസ്തമായ ശ്രീലങ്കൻ പശ്ചാത്തലത്തിലുള്ള ഒരു കഥയാണെന്ന് ആലോചിക്കണം. അതിത്തിരി ഫ്ലാഷ് ബാക്ക് രസകരമായി തോന്നിയത്, അതിൽ മമ്മൂട്ടിയുടെ ഫ്ലാഷ് ബാക്കിൽ അച്ഛനായിട്ട് അഭിനയിച്ചത് നമ്മുടെ നടൻ വിനീതാണെന്ന് ആലോചിക്കണം. ഫ്ലാഷ് ബാക്കിലാണ് വരുന്നതുകൊണ്ട് നമുക്ക് വേറൊന്നും പറയാനില്ല. ഇപ്പം എന്തായാലും വ്യത്യസ്തമായ ഫഹദ് ഫാസിൽ അടക്കമുള്ളവരുടെ ആലോചിക്കണം അഭിനയിച്ചിരിക്കുന്നത്. ബിജി മേനോൻ അഭിനയിച്ചിട്ട് ആലോചിക്കണം. അങ്ങനെ വ്യത്യസ്തമായൊരു അനുഭവം പകർന്ന ഒരു എപ്പിസോഡ്. അതായത് ഒരു എപ്പിസോഡത്തിൽ 9 എപ്പിസോഡാണെന്ന് ആലോചിക്കണം. ഈ 9 എപ്പിസോഡിൽ 9 കഥകളാണെന്ന് ആലോചിക്കണം. അത് ഏകദേശം ഒരു 3-4 മണിക്കൂർ താഴെ ഏകദേശം വരും. OTT തലയുണ്ട്. നിങ്ങൾക്ക് സൗകര്യം പോലെ ഒരു എപ്പിസോഡ് കാണാം, നിങ്ങളുടെ സൗകര്യം പോലെ നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് അത് OTTക്ക് വേണ്ടിയിട്ടുള്ളതാണത്. പക്ഷെ നമ്മൾ പലപ്പോഴും ആലോചിക്കുന്നത് ഇതൊക്കെ ഓരോ കഥകളുമായിട്ട് ബിഗ് സ്ക്രീനിൽ വരേണ്ടതല്ലേ എന്നാലോചിക്കണം. കാരണം ടിയുടെ രചനകളിൽ ഒന്നും മാറ്റി നിർത്താൻ പറ്റില്ല. നമ്മൾ ചിലർ പറഞ്ഞിട്ട് ആട്ടിറച്ചി കഴിക്കുമ്പോൾ ആട്ടിറച്ചി നോക്കുമ്പോൾ അതിലൊന്നും കളയാനില്ല എന്നൊക്കെ ഒരു പഴയ വർത്തമാനമുണ്ട്.
എന്നുപോലെ എം ടിയുടെ ഒന്നും മാറ്റാനില്ല. കാരണം ഒരു സിനിമയുടെ പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എം ടിയുടെ കഥയാണെങ്കിൽ അത് എം ടിയുടെ മാത്രമാണ്. അതിൽ നിന്ന് മാറ്റാനൊന്നും പറ്റില്ല. അത് നമ്മൾ സിനിമ കാണുന്നത് പോലെ തന്നെയാണ് എം ടിയുടെ രചനകൾ വായിക്കുമെന്ന് ആലോചിക്കണം. ആ ഒരു പാരായണ സുഖം പോലെ തന്നെ ദൃശ്യസുഖം കൂടിയും ഈ സിനിമയ്ക്ക് എപ്പോഴും കൊടുക്കാറുണ്ട്. അങ്ങനെ വന്ന ഇത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണണമെന്നുള്ളതാണ്. കാരണം ഒരു ഒ ടി ടിയിൽ കാണാൻ ഇത്രയും ചെറുകഥകൾ കാച്ചി കുറുക്കിയെടുത്ത പോലെ അത് സിനിമാ രൂപം പ്രാപിച്ചിരിക്കുന്നു. മോശക്കാരല്ല ചെയ്തത്. ഒക്കെ നാഷണൽ അവാർഡ്, ഇൻ്റർനാഷണൽ അവാർഡ് നേടിയ സംവിധായകരാണ്. ജയരാജുണ്ട്, ശ്യാം പ്രസാദ് ഉണ്ട്, സന്തോഷ് ശിവനുണ്ട്, പ്രിയദർശൻ 2 ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ മിടുക്കന്മാരായ കുറേ പേര് ചെയ്തതാണെന്നറിയും. ഒപ്പം പുതുമുഖമെന്ന് പറയാവുന്നത് പ്രശസ്ത നർത്തകിയും എം ടിയുടെ മകളുമായ അശ്വതി നായരാണെന്ന് ആലോചിക്കണം ശരിക്കും. അപ്പോൾ മോശമായില്ല. എം ടിയുടെ സാന്നിധ്യവും ഈ സിനിമാ ഷൂട്ടിങ്ങിനിടയിൽ ഉണ്ടായിരുന്നു ആലോചിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് വേറെ ആര് ചെയ്താലും തിയേറ്ററിൽ ഇങ്ങനെ ഇതേപോലെ തന്നെ തിയേറ്ററിൽ 2 സിനിമയായിട്ട് വേണം ചെയ്യാമെന്ന് ആലോചിക്കുന്നത്. ഇപ്പോൾ 4 മണിക്കൂർ 3 മണിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് തിയേറ്ററിൽ 3-3.5 മണിക്കൂറൊന്നും സിനിമ കണ്ടിരിക്കാനുള്ള ക്ഷമയൊന്നും ഉണ്ടായിരിക്കുന്നത് ശരിക്കും. മാത്രമല്ല ഇത് അങ്ങനെ ഒരു അടിപൊളി സിനിമ ആ തരത്തിലെടുത്ത സിനിമയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് ആലോചിക്കണം. ഇതൊരു നല്ല സിനിമകളാണ്. നല്ല ചെറുകഥകൾ വായിക്കുന്ന സുഖമാണ്. ലാഗില്ലാത്ത എം ടിയുടെ രചനകൾക്ക് അങ്ങനൊരു ഗുണമുണ്ട്. ലാഗ് ഉണ്ടാവില്ല. നല്ലതായിരിക്കാം, പക്ഷേ ലാഗ് തീരെ ഇല്ലാത്തതാണ്. ആ ലാഗില്ലാത്ത ഈ ഒരു സിനിമയുടെ കൂട്ടം നമ്മൾ സിനിമാ കൂട്ടം. പക്ഷേ എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസമുള്ളതെന്ന് വെച്ചാൽ ഈ സിനിമയ്ക്ക് ഓളവും തീരവും തന്നെ പേരിട്ടാൽ പോരെ. ഇതൊക്കെ ഞാൻ കണ്ടു കഴിഞ്ഞു, പറഞ്ഞു വരുന്നതൊന്നുമല്ല. അപ്പോൾ 16-ാം തീയതി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം 16-ാം തീയതി എൻ്റെ ഈ ചിരിക്കാത്ത അച്യുതമേനോനും ഇണങ്ങാത്ത എം ടി എന്നുള്ളൊരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ പുസ്തകം അതായത് ഇന്നലെ ചില വെള്ളിയാഴ്ച ദിവസം 16-ാം തീയതി നമ്മുടെ നവകേരള ശില്പിയായ അച്യുതമേനോൻ്റെ 33-ാമത്തെ ചരമ ഓർമ്മ ദിനമാണെന്ന് ആലോചിക്കണം. അതിന് പറ്റിയ സ്ഥലവും സന്ദർഭവും എല്ലാം ഈ പത്തനാപുരത്തെ ഗാന്ധി ഭവൻ. അവിടെ ശരിക്കും ജനങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു സദസ്സിൽ വെച്ചാണ് അത് പ്രകാശനം ചെയ്തത്. ആ പ്രകാശനം ചെയ്ത കൂട്ടത്തിൽ ഈ സിനിമ ഈ എം ടിയുടെ ഇതെല്ലാം കണ്ട 1-2 പേരുണ്ടായിരുന്നു. അവർ പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ഈ പുസ്തകത്തിൽ അപ്പോൾ ഈ പുസ്തകം അവർ വാങ്ങി ഓടിച്ചു നോക്കി. എം ടിയെ പറഞ്ഞ കൂട്ടത്തിൽ കടുകണ്ണാവെ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അവർ ചോദിച്ചു, ഞാൻ കടുകണ്ണാവ് മാത്രമല്ല, അത് അങ്ങനെ എം ടിയുടെ മൊത്തം രചന മാത്രമല്ല, അതൊരു പ്രത്യേക രീതിയിലുള്ള അനുഭവമാണ് ആ കുറിപ്പ് എന്ന് ആലോചിക്കണം. അത് നിങ്ങൾക്ക് വായിക്കണം. വായിക്കുമ്പോൾ നമ്മൾ അത് തിരഞ്ഞു നടന്നത് ഈ വിപ്ലവ സ്വഭാവമുള്ള എം ടിയുടെ രചനകളാണെന്ന് ആലോചിക്കണം. അത് സിനിമയാക്കാൻ വേണ്ടി അങ്ങനെ അവർ കണ്ടെത്തിയ ഒരു സിനിമ കൂടിയുണ്ട്. മാത്രമല്ല ഞാൻ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത് എം ടി ജാതി മത രഹിതനാണെന്ന് ആലോചിക്കണം. അതിൻ്റെ ഒരു വാചകം പറഞ്ഞതിൻ്റെ പേരിൽ എം ടിയെ എതിർക്കാൻ, അതായത് സംഘപരിവാർ അടക്കമുള്ളവർ ഒറ്റപ്പെടുത്താൻ നോക്കി. അതിൻ്റെ കൂടി ഒരു സംഗ്രഹമാണ് ഇതിൽ ഫിനിഷ് പറഞ്ഞു. അങ്ങനെ അപ്പോൾ എന്തായാലും സന്തോഷമുണ്ട്. കാരണം ഈ 15-ാം തീയതി ഈ സിനിമകളുടെ കൂട്ടം റിലീസ് ചെയ്തു, OTT റിലീസ് ചെയ്തു. 16-ാം തീയതി എം ടി അടക്കമുള്ള പരാമർശിക്കുന്നതിൻ്റെ പുസ്തകം റിലീസാൻ കഴിഞ്ഞു. സന്തോഷമുണ്ട്. പുസ്തകം നിങ്ങൾ വായിച്ചില്ലെങ്കിലും ഈ 9 സിനിമകളെങ്കിലും നിങ്ങൾ കാണണമെന്നേ എനിക്ക് പറയാനുള്ളൂ.